യൂസഫ് അലി ബി.ജെ.പിയെ ജയിപ്പിച്ചു. നമ്മുടെ പ്രമുഖ വ്യവസായി ഉണ്ടല്ലോ, ലുലു ഗ്രൂപ്പൊക്കെ നടത്തുന്ന ആ വ്യവസായി ആയിട്ടുള്ള യൂസഫ് അലി, എം.എ. യൂസഫ് അലി ബി.ജെ.പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡീലുണ്ടാക്കി എന്നാണ് കോൺഗ്രസ് നേതാവ് ശരത് ചന്ദ്ര പ്രസാദ് പറയുന്നത്. യൂസഫ് അലി കാരണമാണ് ഞാൻ തോറ്റത് എന്നും ബി.ജെ.പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അന്തർധാര ഉണ്ടാക്കിയെന്നും എം.എ. യൂസഫ് അലിക്കെതിരെ ശരത് ചന്ദ്ര പ്രസാദ് പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും യൂസഫ് അലി പറഞ്ഞാൽ ആ പറയുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യൂ? ഞാൻ ചെയ്യില്ല. ഞാൻ യൂസഫ് അലി എന്നല്ല, ആര് പറഞ്ഞാലും ഞാൻ ചെയ്യില്ല. എൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിനനുസരിച്ചാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. അത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം എന്നല്ല, ഏതാണ്ട് 99% ആൾക്കാരും അങ്ങനെ തന്നെ, അവരവരുടെ രാഷ്ട്രീയ ബോധ്യം. അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തെ, ആ രാഷ്ട്രീയ ബോധ്യത്തെ മാറ്റാൻ ശേഷിയുള്ള രീതിയിൽ ഒരു ന്യായീകരണം തരണം. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്നോട് പറയുകയാണ്, ഞാൻ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണം. ഞാനൊരു കാരണവശാലും വോട്ട് ചെയ്യില്ല. പക്ഷേ എന്നെ കൺവിൻസ് ചെയ്യുകയാണ്, മുസ്ലിം ലീഗാണ് രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, അവരാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അവർ രാജ്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പറഞ്ഞു തരണം. ഏറ്റവും നല്ല കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്, അവർ മതരഹിതമാണ്, അവർ ഹിന്ദു സമൂഹത്തിനായി നിൽക്കുന്നു, രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തിയാൽ ശരി. അത് 100% ആയിരിക്കുന്ന ബോധ്യപ്പെടുത്തി തരണമെന്നുള്ളതാണ്. അപ്പോൾ അത് നടക്കില്ലല്ലോ, അങ്ങനെ നടത്തി തരണമല്ലോ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ രാജ്യത്തിനെ നയിക്കുന്നത്, അവരാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല മുഖം, അവർ രാജ്യത്തിന് വേണ്ടി 100% പ്രവർത്തിക്കുകയാണെന്നൊക്കെയുള്ള വ്യാജ കഥ വല്ലതും പറഞ്ഞു തന്നാൽ നമ്മൾ ആരെങ്കിലും വോട്ട് ചെയ്യും? അപ്പോൾ നമുക്ക് ബോധ്യമാവുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വേണം. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ വോട്ട് ചെയ്യുന്നത്. ആരാണ് വികസനം കൊണ്ടുവരുന്നത്, ആരാണ് നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ആരാണ് ഈ രാജ്യത്തെ പിന്തുണയ്ക്കുന്നത്, ആരാണ് വിദേശ ശക്തികളുടെ പണം വാങ്ങാത്തത്, ആരാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ഒറ്റി കൊടുക്കാത്തത്, ആരാണ് ചൈനയിൽ പോയി MOU ഒപ്പിട്ടിട്ട് വന്നിട്ട് ഇന്ത്യയെ മറിച്ച് വിൽക്കാൻ ശ്രമിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നേടി കഴിയുമ്പോഴാണ് നമ്മളുടെ രാഷ്ട്രീയ ബോധ്യം ഉണ്ടാകുന്നത്. എല്ലാത്തിനേക്കാട്ടിലും വലുത് എൻ്റെ രാജ്യമാണെന്നും എൻ്റെ നാടാണെന്നൊക്കെയുള്ള ബോധ്യം വരുമ്പോഴാണ് നമ്മൾ BJPക്ക് വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ വാസ്തവത്തിൽ നിന്നുകൊണ്ട്, ആ സത്യത്തിൽ നിന്നുകൊണ്ടാണ് കഴക്കൂട്ടത്തെയും നേമത്തെയും ചാത്തന്നൂരിലെയും ജനങ്ങൾ BJPയെ വിജയിപ്പിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടുത്തെ BJP പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നുള്ളത്. തിരുവനന്തപുരത്തെ നേമം എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് BJPയുടെ ശക്തി കേന്ദ്രമാണ്. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമാണ് ആ പ്രദേശം എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, സംഘശാഖകൾ കൃത്യമായി പ്രവർത്തിക്കുകയും ആ ശാഖകളിൽ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ, അതായത് പ്രൗഢശാഖ അടക്കമുള്ള ആൾക്കാർ അവിടെ എത്തി ശാഖാ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുകയും ചെയ്യുന്ന, സംഘത്തിന് വലിയ തോതിൽ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ് നേമം എന്ന് പറയുന്നത്. അപ്പോൾ ആ നേമത്തെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട്. നേമത്തെ ഇതര മതസ്ഥർ പോലും BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. കാരണം അത്തരത്തിലാണ് BJPയുടെ പ്രവർത്തനം അവിടെ നടക്കുന്നത്. അപ്പോൾ നേമത്തെ ബൂത്ത് തലത്തിലടക്കം വലിയ തോതിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നടന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് BJP അവിടെ വിജയം നേടിയത്. ശബരിമലയെ കൊള്ള നടത്തിയ സമയത്തുണ്ടായിരുന്ന മന്ത്രിയായിരുന്നല്ലോ കടകംപള്ളി സുരേന്ദ്രൻ. അവസാനം ഭദ്രകാളിയെ പിടിക്കാൻ വേണ്ടി നടന്നു കുറേ ആൾ. അവിടെ ഒരു മേൽശാന്തിയെ അപമാനിച്ച് അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അതിൻ്റെ ഗുരുതരമായ ആരോപണങ്ങൾ കടകംപള്ളിക്ക് നേരെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ശബരിമല കൊള്ള നടത്തിയ ഒരാളെ ഹിന്ദു സമൂഹം വീണ്ടും സ്വീകരിക്കുമോ? അങ്ങനെയൊക്കെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഏറ്റുവാങ്ങിയ കടകംപള്ളി സുരേന്ദ്രൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ പരാജയപ്പെട്ടാതിരുന്നാലാണ് ഒരു അത്ഭുതം അതിലുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത് മൂന്നാമത് ചാത്തന്നൂർ BB ഗോപകുമാറിൻ്റെ വലിയ വ്യക്തിപ്രഭാവം, അതിനോടൊപ്പം തന്നെ നേമത്തെ കാര്യം പറഞ്ഞതുപോലെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള BJPയുടെ പ്രവർത്തനം, അവിടെ ആഴത്തിലുള്ള സംഘപരിവാർ സ്വീകാര്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് BB ഗോപകുമാരൻ ജയിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ യൂസഫ് അലി പറഞ്ഞിട്ടാണോ BJPക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്? അല്ല, അവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഇവിടെ വാർത്തയിൽ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് M.A. യൂസഫ് അലി ഇറങ്ങി. M.A. യൂസഫ് അലി ചെന്നിട്ട് ഓരോ മഹല് കമ്മിറ്റിയിലും M.A. യൂസഫ് അലി ചെല്ലുകയാണ്. എവിടെ? M.A. യൂസഫ് അലി എന്ന് പറയുന്ന വ്യവസായിക്ക് നാട്ടിൽ നിൽക്കാൻ നേരെയുള്ളൂ, ഉള്ള ബിസിനസ്സിൻ്റെ ജോലി തന്നെ എങ്ങനെ തീർക്കുമെന്നറിയാതെ ഓടി ചാടി നടക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ടാണ് പറയുന്നത്. M.A. യൂസഫ് അലി നേരെ ചെന്നിട്ട് മഹല് കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചിട്ട് നേരെ അവിടെ ചെന്നു. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷമാണ്, UDFിനോട് കാണിച്ച ക്രൂരതയാണെന്നാണ് ശരത്ചന്ദ്ര പ്രസാദ് പറയുന്നത്. എന്നിട്ട് നേരെ യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം മഹല് കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു അത്രേ, കടകംപള്ളിക്ക് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന്. മഹല് കമ്മിറ്റികളുടെ വോട്ടെല്ലാം നേരെ ആർക്ക് പോയി? ഈ പറയുന്ന പോലെ കടകംപള്ളിക്ക് പോയി. അങ്ങനെ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചത് കൊണ്ടാണ്
പി മുരളീധരൻ ജയിച്ചത് എന്നാണ് ശരത്ചന്ദ്ര പ്രസാദ് പറയുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ അവിടെ ജയിച്ചത്, ഞാനായിരുന്നു അവിടെ ജയിക്കേണ്ടതെന്നാണ് ശരത്ചന്ദ്ര പ്രസാദ് പറയുന്നത്. ഈ പറയുന്ന എം എ യൂസഫ് അലിക്ക് ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അയാൾ ഈ ലുലു ഗ്രൂപ്പ് എന്ന് പറയുന്ന അതിൻ്റെ ഉടമയാണ്. അതിൻ്റെ പ്രവർത്തനമായിട്ട് നടത്തുന്നുണ്ട്. കുറേ ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്, ആൾക്കാരെ സഹായിക്കുന്ന വാർത്തയൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. വ്യവസായിയാണ്, വിദേശത്തൊക്കെ ഒരുപാട് വ്യവസായ ശൃംഖലയുണ്ട്. പിണറായിയുടെ അടുത്ത ആളാണെന്നാണ് കേട്ടിട്ടുള്ളത്. പിണറായിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട്, അടുത്ത സൗഹൃദമുണ്ട് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഏതായാലും വ്യവസായികൾക്ക് ഭരണകർത്താക്കളുമായിട്ടൊക്കെ വലിയ അടുപ്പം ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനു മുമ്പ് കോൺഗ്രസിൻ്റെ നെറേറ്റീവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഇതാ അംബാനിയും അദാനിയും കൂടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, അവരുടെ നിയന്ത്രണത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പറയാൻ തുടങ്ങി വോട്ടിംഗ് മെഷീനാണ് പ്രശ്നം, അതുകൊണ്ടാണ് ബി ജെ പി ജയിക്കുന്നത്. വോട്ടിംഗ് മെഷീനാണ് ബി ജെ പി ജയിക്കുന്നതിന് കാരണം. ഇവിടെ ശരത്ചന്ദ്ര പ്രസാദിന് പറയാൻ പറ്റാത്ത ഒരു കാര്യം, ഇവിടെ വോട്ടിംഗ് മെഷീൻ ആണ് പ്രശ്നമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഈ 102 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചില്ലേ, യു ഡി എഫ് ജയിച്ചില്ലേ, അപ്പോൾ അത് വോട്ടർ മെഷീൻ്റെ പ്രശ്നമല്ലേ? വോട്ടിംഗ് മെഷീൻ പ്രശ്നമായതുകൊണ്ടാണല്ലോ അവിടെ ജയിച്ചത്. അതെന്താ പറയാത്ത? അത് പറയില്ല. അപ്പോൾ അവിടെ കിടന്ന് ഉരുട്ട് കളിക്കും എന്നുള്ളതാണ്. ഇതിനെയൊക്കെ നാട്ടിലെ ഈ ട്രോളന്മാരുടെ ഭാഷയിലൊക്കെ മെനിൻഡാഡി സിൻഡ്രോം എന്നൊക്കെ പറയാറുണ്ട്. അതാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ശരത്ചന്ദ്ര പ്രസാദ് പറയുന്നത് ഇങ്ങനെയാണ്. പിന്നെ അവസാനം കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു പരിപാടിയായിരുന്നു വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ. വോട്ട് ചോരി കൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന കോൺഗ്രസ് ജയിക്കാതെ പോകുന്നത്, ബി ജെ പി ജയിക്കുന്നത് വോട്ട് ചോരി കൊണ്ടാണ് എന്നൊക്കെയാണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാരുടെ വലിയ ആക്ഷേപമായിട്ടുണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ വിട്ടു. കാരണം ഇതൊന്നും പറഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ട് അപഹാസ്യരായി നിൽക്കുന്ന ആൾക്കാർ പറയുകയാണ് യൂസഫ് അലി ഇറങ്ങി ബി ജെ പിയെ ജയിപ്പിച്ചു. അതെ, ബി ജെ പിയെ യൂസഫ് അലി ആണല്ലോ ജയിപ്പിക്കുന്നത്, ജനങ്ങളാണോ ജയിപ്പിച്ചത്? ഇത്തരം പൊട്ടത്തരം, വെറും പൊട്ടത്തരം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം വിളിച്ചു പറയുന്ന ഒരാളായിട്ട് ഈ പറയുന്ന ശരത്ചന്ദ്ര പ്രസാദ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ശരത്ചന്ദ്ര പ്രസാദ് നീളൻ കുറിയൊക്കെ ഇട്ട് കഴക്കൂട്ടത്ത് ഇറങ്ങിയിട്ട് ഒരു രക്ഷയില്ലാതായി പോയി എന്നുള്ളതാണ്. ഈ ഫ്രസ്ട്രേഷൻ വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യും. രാഹുൽ ഗാന്ധി കണ്ടില്ലേ, രാഹുൽ ഗാന്ധിക്ക് ആയുഷ്കാല ഭാവി പ്രധാനമന്ത്രിയാണ്. രാഹുൽ ഗാന്ധി മരിക്കുന്നത് വരെയും ഭാവി പ്രധാനമന്ത്രിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരാൾ പറയും എന്തൊക്കെ അക്രമങ്ങളാണ് കാണിക്കുന്നത്. രാജ്യത്തിന് അവസാനം ഇത് പണ്ടാര ഈ നാടെങ്ങനെയും മുടിഞ്ഞു പോയാലും കുഴപ്പമില്ല, കലാപം നടന്നാലും കുഴപ്പമില്ല, ആൾക്കാരൊക്കെ ചത്തുപോയാലും കുഴപ്പമില്ല, എനിക്ക് ഈ നാടിൻ്റെ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് കയറിയിരിക്കണം എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ അതേ ഫ്രസ്ട്രേഷനാണ് ശരത്ചന്ദ്ര പ്രസാദിന് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. തോറ്റു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള പല പരിപാടികളും പറയും. എന്നാൽ പിന്നെ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പറയണ്ടായിരുന്നു ഇത്തരം ആരോപണങ്ങളൊന്നും ഒന്നും പറഞ്ഞില്ലല്ലോ. കെ സുരേന്ദ്രൻ പറഞ്ഞു അവിടെ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കി യു ഡി എഫും എൽ ഡി എഫും കൂടെ ഒത്തു കളിച്ച് ഈ പറയുന്ന ബി ജെ പിക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു. അത് രാഷ്ട്രീയ വസ്തുതയാണ്. അതുപോലെ എന്തെങ്കിലും പറയണം, അല്ലാതെ ഇമാതിരി പരിപാടികളിൽ പറയുന്നത് യൂസഫ് അലി ബി ജെ പിയെ വിജയിപ്പിച്ചെന്ന്. എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഇതൊക്കെ! കേൾക്കാനും ഒക്കെ ആൾക്കാരുണ്ടല്ലോ, ആൾക്കാർക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പുച്ഛിച്ച് തള്ളുകയുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നുള്ളതാണ്. ഏതായാലും കഴക്കൂട്ടത്തും നേമത്തും ചാത്തന്നൂരുമെല്ലാം ബി ജെ പി നടത്തിയ ഗംഭീര വിജയം, അത് ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങളെ അപമാനിക്കുകയാണ് ശരത്ചന്ദ്ര പ്രസാദ് ചെയ്തിരിക്കുന്നത്. അല്പമെങ്കിലും രാഷ്ട്രീയ ബോധമുണ്ടെങ്കിൽ, അല്പമെങ്കിലും ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ ഇത്തരം വിടുവായത്തങ്ങൾ നിർത്തിയിട്ട് മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. തോൽവി അംഗീകരിക്കുകയാണ്. 3-ാം സ്ഥാനത്താണ് പോയത് കോൺഗ്രസ്. വലിയ ഇലക്ഷന് മുമ്പ് ഈ ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞത് ഞങ്ങളവിടെ വലിയ AK ആന്റണി ജയിച്ച സ്ഥലമാണ്, ഞങ്ങളുടെ പ്രമുഖരായ നേതാക്കൾ പലരും ജയിച്ച സ്ഥലമാണ്. കഴക്കൂട്ടത്തിൻ്റെ ചരിത്രത്തിൽ അതൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജയിച്ച സ്ഥലത്ത് ഞങ്ങൾ തന്നെ ജയിക്കുമെന്നൊക്കെ പറഞ്ഞു, ഒന്നും നേടിയില്ല, 3-ാം സ്ഥാനത്ത് പോയി എന്നുള്ളതാണ് ശരത്ചന്ദ്ര പ്രസാദിന് സംഭവിച്ചത്. അപ്പോൾ ആ തോൽവി അംഗീകരിക്കുക, അല്ലാതെ ജനങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയല്ല വേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4N പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.